നമസ്കാരം. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ചെറിയ മാറ്റം വരുത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ ഒരു വലിയ ലക്ഷ്യത്തിലേക്ക് കുതിക്കാൻ ശ്രമിക്കുമ്പോൾ ഇടയ്ക്ക് വെച്ച് പരാജയപ്പെട്ടു പോകുന്നുണ്ടോ? എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. നമ്മൾ പലപ്പോഴും കരുതുന്നത് ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കണമെങ്കിൽ വലിയ കാര്യങ്ങൾ തന്നെ ചെയ്യണമെന്നാണ്. പക്ഷെ സത്യം അതല്ല. ചെറിയ മാറ്റങ്ങൾ, അതായത് ആറ്റോമിക് ഹാബിറ്റ്സ് അഥവാ അണുമാത്രമായ ശീലങ്ങൾ, അവയ്ക്ക് നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ജെയിംസ് ക്ലിയർ എഴുതിയ ലോക പ്രശസ്തമായ ആറ്റോമിക് ഹാബിറ്റ്സ് എന്ന പുസ്തകത്തിലൂടെയാണ് നമ്മൾ ഇന്ന് യാത്ര ചെയ്യുന്നത്. ഒരു ശീലം എങ്ങനെ രൂപപ്പെടുന്നു, അതെങ്ങനെ നിലനിർത്താം, എന്തുകൊണ്ട് നമ്മൾ പരാജയപ്പെടുന്നു എന്നതിനെക്കുറിച്ചെല്ലാം വളരെ ലളിതവും എന്നാൽ ശാസ്ത്രീയവുമായ രീതിയിൽ ഈ പുസ്തകം പറഞ്ഞു തരുന്നു. ഈ വീഡിയോ അവസാനം വരെ കാണുക. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് വരുത്താൻ കഴിയുന്ന ഏറ്റവും ചെറിയ എന്നാൽ ഏറ്റവും വലിയ മാറ്റത്തിനുള്ള താക്കോൽ ഇവിടെയുണ്ട്. നമ്മൾ പലപ്പോഴും വലിയ ലക്ഷ്യങ്ങൾ വെക്കുന്നവരാണ്. പുതിയ വർഷം തുടങ്ങുമ്പോൾ ജിമ്മിൽ പോകും, പുസ്തകം വായിക്കും, രാവിലെ 5 മണിക്ക് എഴുന്നേൽക്കും എന്നൊക്കെ വലിയ വാഗ്ദാനങ്ങൾ നമ്മൾ നമ്മളോട് തന്നെ നൽകും. പക്ഷെ ഒരു 2 ആഴ്ച കഴിയുമ്പോഴേക്കും ഈ ആവേശമെല്ലാം എവിടെയോ പോയി മറിയും. ഇതിന് കാരണം നമ്മൾ നമ്മുടെ ലക്ഷ്യങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതാണ്, നമ്മുടെ സിസ്റ്റത്തിൽ അഥവാ രീതികളിലല്ല. ജെയിംസ് ക്ലിയർ പറയുന്നത് നമ്മൾ നമ്മുടെ ലക്ഷ്യങ്ങൾ ഉയർത്താൻ ശ്രമിക്കുന്നതിന് പകരം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നാണ്. ഉദാഹരണത്തിന്, ഒരു പുസ്തകം എഴുതുക എന്നത് നിങ്ങളുടെ ലക്ഷ്യമാണെങ്കിൽ ദിവസവും 100 വാക്കുകൾ എഴുതുക എന്നത് നിങ്ങളുടെ സിസ്റ്റം ആകണം. ലക്ഷ്യമെന്നത് നമ്മൾ എവിടെയാണ് എത്തേണ്ടത് എന്നതിനെ കുറിച്ചാണ്, എന്നാൽ സിസ്റ്റം എന്നത് നമ്മൾ അവിടേക്ക് എത്താൻ ദിവസവും എന്ത് ചെയ്യുന്നു എന്നതിനെ കുറിച്ചാണ്. ലക്ഷ്യങ്ങൾ നിങ്ങളെ ഒരു നിശ്ചിത സമയത്തേക്ക് മാത്രം നയിക്കും, എന്നാൽ ശരിയായ സിസ്റ്റം ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ദീർഘകാലത്തേക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ. ഒരു ശീലം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ അത് 4 ഘട്ടങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. ക്യൂ, ക്രേവിംഗ്, റെസ്പോൺസ്, റിവാർഡ്. ഈ 4 ഘട്ടങ്ങൾ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് ഏത് നല്ല ശീലവും വളർത്താനും ഏത് ചീത്ത ശീലവും ഉപേക്ഷിക്കാനും സാധിക്കും. ക്യൂ എന്നത് ഒരു ശീലത്തെ ട്രിഗർ ചെയ്യുന്ന കാര്യമാണ്. ഉദാഹരണത്തിന്, ഫോൺ വൈബ്രേറ്റ് ചെയ്യുന്നത് ഒരു ക്യൂ ആണ്. ക്രേവിംഗ് എന്നത് അതിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു ആഗ്രഹമാണ്, അതായത് ആ ഫോൺ എടുത്ത് നോക്കാനുള്ള ആഗ്രഹം. റെസ്പോൺസ് എന്നത് നിങ്ങൾ ആ ശീലം ചെയ്യുന്നത്, അതായത് ഫോൺ എടുത്തു നോക്കുന്നതാണ്. അവസാനമായി റിവാർഡ്, അതായത് ഫോണിൽ എന്തെങ്കിലും രസകരമായ കാര്യം കണ്ടു എന്ന് കരുതുക, അത് നിങ്ങൾക്കൊരു സംതൃപ്തി നൽകുന്നു. ഈ ലൂപ്പാണ് നമ്മളെ ഓരോ ശീലത്തിലേക്കും അടിമകളാക്കുന്നത്. ഒരു പുതിയ ശീലം വളർത്താൻ ഈ 4 കാര്യങ്ങളും ലളിതമാക്കിയാൽ മതി. ക്യൂ വ്യക്തമാക്കുക, ക്രേവിംഗ് ആകർഷകമാക്കുക, റെസ്പോൺസ് എളുപ്പമാക്കുക, റിവാർഡ് സംതൃപ്തി നൽകുന്നതാക്കുക. നമ്മൾ പലപ്പോഴും വിചാരിക്കുന്നത് വലിയ ഫലങ്ങൾ ലഭിക്കാൻ വലിയ അധ്വാനം വേണമെന്നാണ്. പക്ഷെ ജെയിംസ് ക്ലിയർ കാണിച്ചു തരുന്നത് 1% മെച്ചപ്പെടുത്തലിന്റെ ശക്തിയാണ്. ദിവസവും നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ 1% മാത്രം മെച്ചപ്പെടുത്താൻ ശ്രമിച്ചാൽ 1 വർഷം കഴിയുമ്പോൾ നിങ്ങൾ 37 മടങ്ങ് മികച്ചവരായി മാറും. ഇത് കേൾക്കുമ്പോൾ അത്ര വലിയ കാര്യമായി തോന്നില്ലായിരിക്കാം, പക്ഷേ ഇത് ഗണിതശാസ്ത്രപരമായ ഒരു സത്യമാണ്. നമ്മൾ പലപ്പോഴും ചെറിയ മാറ്റങ്ങളെ അവഗണിക്കുന്നു. വലിയൊരു ഫലമുണ്ടാകണമെങ്കിൽ നമ്മൾ തുടർച്ചയായി ചെറിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കണം. ഒരു കല്ലിൽ ശില്പി കൊത്തിക്കൊണ്ടിരിക്കുമ്പോൾ 100ാമത്തെ വെട്ടിലാണ് ആ ശില്പം പുറത്തു വരുന്നത്. പക്ഷേ അതിനു മുൻപ് നടത്തിയ 99 വെട്ടുകളും അത്രത്തോളം പ്രധാനമാണ്. അതിനാൽ വലിയ ഫലങ്ങൾക്കു വേണ്ടി ചെറിയ മാറ്റങ്ങളെ ഒട്ടും പുച്ഛിക്കരുത്. ചീത്ത ശീലങ്ങൾ ഒഴിവാക്കാനും നല്ല ശീലങ്ങൾ വളർത്താനും നിങ്ങൾക്ക് ചുറ്റുപാടിനെ ഉപയോഗിക്കാം. നിങ്ങളൊരു പുസ്തകം വായിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ തലയിണയുടെ അരികിൽ വയ്ക്കുക. അപ്പോൾ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ അത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടും. ഇതാണ് ക്യൂവിനെ വ്യക്തമാക്കൽ. അതുപോലെ ജിമ്മിൽ പോകാൻ ആഗ്രഹമുണ്ടെങ്കിൽ തലേ ദിവസം തന്നെ ജിമ്മിലേക്കുള്ള വസ്ത്രങ്ങൾ എടുത്തു വയ്ക്കുക. നിങ്ങളുടെ മുന്നിലുള്ള തടസ്സങ്ങൾ കുറയ്ക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു ചീത്ത ശീലം ഒഴിവാക്കാൻ എന്താണ് ചെയ്യേണ്ടത്? ആ ശീലം ചെയ്യാനുള്ള സാധ്യതയെ അസാധ്യമാക്കുക. നിങ്ങൾക്ക് ഫോൺ അധികം ഉപയോഗിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ ഫോൺ മറ്റൊരു മുറിയിൽ വയ്ക്കുക. ലാപ്ടോപ്പിൽ ഗെയിം കളിക്കുന്നത് കുറയ്ക്കണമെങ്കിൽ ഗെയിം ആപ്പുകൾ ഡിലീറ്റ് ചെയ്യുക. ചുരുക്കത്തിൽ, നല്ല ശീലങ്ങൾ എളുപ്പമാക്കുക, ചീത്ത ശീലങ്ങൾ പ്രയാസകരമാക്കുക. ഇത് വളരെ ലളിതമാണ്, പക്ഷേ ആരും ചെയ്യാത്ത കാര്യമാണ്. നമ്മുടെ ഐഡന്റിറ്റി അഥവാ സ്വത്വത്തെ നമ്മൾ എങ്ങനെ കാണുന്നു എന്നതിലാണ് ശീലങ്ങളുടെ മാറ്റം തുടങ്ങുന്നത്.
പലരും പറയാറുണ്ട് എനിക്ക് പുകവലി നിർത്തണമെന്ന്. ഇത് തെറ്റായ ഒരു സമീപനമാണ്. അതിനു പകരം ഞാൻ പുകവലിക്കുന്ന ആളല്ല എന്ന് സ്വയം വിശ്വസിക്കാൻ തുടങ്ങണം. ലക്ഷ്യങ്ങൾ മാത്രം മാറിയതുകൊണ്ട് കാര്യമില്ല. നിങ്ങളുടെ വ്യക്തിത്വം മാറണം. ഒരു പുസ്തകം വായിക്കുന്നതിനേക്കാൾ പ്രധാനമാണ് ഒരു വായനക്കാരനാവുക എന്നത്. ജിമ്മിൽ പോകുന്നതിനേക്കാൾ പ്രധാനമാണ് ഒരു കായിക താരമായി മാറുന്നത്. നിങ്ങൾ ആരാണെന്നതിനെക്കുറിച്ചുള്ള വിശ്വാസം മാറുമ്പോൾ നിങ്ങളുടെ ശീലങ്ങളും തനിയെ മാറും. ഒരു ശീലം നിങ്ങളുടെ ഐഡന്റിറ്റിയുടെ ഭാഗമായി കഴിഞ്ഞാൽ പിന്നീട് അതിനുവേണ്ടി നിങ്ങൾ പ്രത്യേകം അധ്വാനിക്കേണ്ടി വരില്ല. നിങ്ങൾ ആ ശീലം ചെയ്യുന്നത് നിങ്ങൾക്ക് അത് ചെയ്യാൻ ഇഷ്ടമായതുകൊണ്ട് മാത്രമായിരിക്കും. ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ ഒരു ശീലം തുടങ്ങിയാൽ അത് പാതി വഴിയിൽ ഉപേക്ഷിക്കാറുണ്ട്. ഇതിന് കാരണമാകുന്നത് നമ്മൾ അമിതമായി ആവേശം കാണിക്കുന്നതുകൊണ്ടാണ്. ശീലങ്ങൾ പെട്ടെന്ന് വലിയ മാറ്റം വരുത്തുമെന്ന് കരുതരുത്. നമ്മൾ ഒരു കാര്യം തുടർച്ചയായി ചെയ്തുകൊണ്ടിരിക്കും, പക്ഷേ ഒരു മാറ്റവും കാണില്ല. ആ സമയത്താണ് പലരും നിരാശരായി പണി നിർത്തുന്നത്. പക്ഷേ നിങ്ങൾ കൃത്യമായി ചെയ്താൽ മാത്രം മതി. പെട്ടെന്നൊരു ദിവസം വലിയൊരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും. അത് കാത്തിരിക്കാനുള്ള ക്ഷമയാണ് ഇവിടെ വേണ്ടത്. അതിനാൽ നിങ്ങളുടെ പുരോഗതി പെട്ടെന്ന് കാണുന്നില്ലെങ്കിൽ വിഷമിക്കേണ്ട. നിങ്ങൾ ശരിയായ പാതയിലാണ്. തുടർച്ചയാണ് വിജയത്തിന്റെ ഏറ്റവും വലിയ രഹസ്യം. അവസാനമായി, ശീലങ്ങളെ നിലനിർത്താൻ ഏറ്റവും മികച്ച മാർഗം അവയെ ട്രാക്ക് ചെയ്യുക എന്നതാണ്. ഒരു കലണ്ടറിൽ ഓരോ ദിവസവും നിങ്ങൾ ആ ശീലം ചെയ്യുമ്പോൾ ഒരു എക്സ് മാർക്ക് ചെയ്യുക. കുറച്ചു ദിവസം കഴിയുമ്പോൾ ഒരു ചെയിൻ പോലെ അത് വലുതായി വരും. പിന്നെ ആ ചെയിൻ മുറിക്കാൻ നിങ്ങൾക്ക് തോന്നില്ല. ഈ ലളിതമായ ടെക്നിക് പലരുടെയും ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾ ഇന്നു മുതൽ എന്താണ് മാറ്റാൻ ആഗ്രഹിക്കുന്നത്? ചെറിയൊരു ശീലം, അതായത് ദിവസവും 5 മിനിറ്റ് വ്യായാമം അല്ലെങ്കിൽ ദിവസവും 1 പേജ് വായന. അത് തുടങ്ങാൻ നിങ്ങൾ തയ്യാറാണോ? ഈ വീഡിയോ കണ്ടതുകൊണ്ട് മാത്രം വലിയ മാറ്റമുണ്ടാകില്ല. നിങ്ങളത് പ്രവൃത്തിയിൽ കൊണ്ടുവന്നാൽ മാത്രമേ മാറ്റമുണ്ടാവൂ. ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും അത് ഷെയർ ചെയ്യുക. എന്താണ് നിങ്ങളുടെ ലക്ഷ്യമെന്ന് താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. ഇതുപോലെയുള്ള മോട്ടിവേഷണൽ വീഡിയോകൾക്കും പേഴ്സണൽ ഡെവലപ്മെന്റ് കാര്യങ്ങൾക്കും വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഓരോ ചെറിയ മാറ്റവും വലിയൊരു വിജയത്തിലേക്കുള്ള ചുവടുവയ്പ്പാണ്. അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.